നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഞാൻ സത്യം പറഞ്ഞാലും രവി സാർ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല. വിശ്വസിക്കും. സത്യം ശ്രീലക്ഷ്മിയുടെ സ്വന്തം നാവുകൊണ്ട് പറയണമെന്ന് മാത്രം. അല്ലെങ്കിൽ ഇത്രയും നാളും രവിവർമ്മന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രീലക്ഷ്മി മേഡം ചെയ്തതൊക്കെ വെറുതെ ആവുമെന്ന് ഞാൻ പറയൂ. പക്ഷേ രാഗസത ഇപ്പോഴും ജയിലിലല്ലേ? സമ്മതിക്കുന്നു. രാഗസുധയിൽ നിന്ന് രവിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളപ്പോൾ തന്നെ ഇനി അങ്ങോട്ടുള്ള രവിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് എന്നെ ഇപ്പോൾ അലട്ടുന്നത്. ഈ മടങ്ങിപ്പോക്കിൽ മാഡം ഒന്ന് മാത്രം ഓർത്തോളൂ. ശത്രുക്കളുടെ കൈകൊണ്ടല്ല രവിവർമ്മൻ ഇനി ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. ശ്രീലക്ഷ്മിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിലായിരിക്കും. ആത്മഹത്യ എന്ന സ്വയം ശിക്ഷ തന്നെ. ശ്രീലക്ഷ്മി, എനിക്കെന്റെ ശ്രീലക്ഷ്മി ജീവനോടെ വേണം. നിങ്ങളെ കാണുന്ന രവിക്ക് ഇപ്പൊ പകുതി ജീവനേ ഉള്ളൂ. ബാക്കി പകുതിയുള്ളത് ഇവിടെ എവിടെയാണ്? അത് കണ്ടെത്താനാ ഞാൻ ഈ മഞ്ഞിലും തണുപ്പിലും കഴിയുന്ന. ശ്രീലക്ഷ്മിയെ കൊണ്ടല്ലാതെ ഞാൻ എങ്ങോട്ടുമില്ല. ഒരു കൺമണിയെ ബസ് കയറ്റിവിടാൻ രവിവർമ്മന് കഴിയും. പക്ഷേ സ്വന്തം ഭാര്യയെ മനസ്സിൽ നിറക്കിവിടാൻ രവി എന്ന ഭർത്താവിന് കഴിയില്ല. എന്തെങ്കിലും മാഡം ഈ നാട്ടിൽ തിരിച്ചു വരികയാണെങ്കിൽ അന്ന് രവിചന്ദ്രവർമ്മൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്നർത്ഥം. ഇനി മാഡം തീരുമാനിക്കും. താൻ ശ്രീലക്ഷ്മിയാണെന്ന സത്യം മറച്ചു വെച്ചതുകൊണ്ട് മാത്രം ആ മനുഷ്യനെ മരണത്തിന് വിട്ടുകൊടുക്കണോ? കൊടുക്കണോ മാഡം? ഉത്തരം പറയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.